ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ പലതരത്തിൽ മന്തി ഉണ്ടാക്കുന്നവരാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചിക്കനും പിന്നെ ഒരു ചിക്കൻ്റെ ഹാഫും ഉണ്ട്. അങ്ങനെ മൊത്തം 6 പീസാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ആവശ്യമായിട്ടുള്ളത്. അത് ഞാൻ 4 കഷ്ണം എന്നാൽ 2 വലിയ പാക്കറ്റ്, അതിൽ ഒരു പാക്കറ്റിൽ 2 ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, 4 പീസ്. അത് നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസും ഞാൻ ഇങ്ങനെ ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പെർമിറ്റഡ് ഫുഡ് കളറാണ്, റെഡ് ഫുഡ് കളർ. അത് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കുറച്ച് റെഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഈ റെഡ് കളർ കിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം മാഗിയുടെ ആ ഒരു നമ്മൾ സ്റ്റോക്ക് ഇട്ടല്ലോ, അതിൽ എന്തായാലും നല്ല ഉപ്പുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഈ ഒരു ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ കൈ വെച്ചൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചിക്കനിലൊക്കെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതെന്തായാലും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി വെക്കാം. ആ ചിക്കനൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആവാനും അതിൽ നല്ല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫ്രണ്ടിൽ നിൽക്കണം, അതാണ് കറക്റ്റ് അളവ്. ഇനിയിപ്പോൾ ഞാനിവിടെ 4 കപ്പ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇപ്പോൾ ഒന്ന് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പകുതി വേവാകുമ്പോൾ ഊറ്റിയെടുക്കണം. അപ്പോൾ വേവ് കൂടി പോവരുത്, കറക്റ്റ് ഒരു പകുതി വേവ് ആവാൻ പാടുള്ളൂ. ആ സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സെല്ല റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ബസ്മതി റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വേവ് നോക്കിയാൽ മതി, വെന്ത് പോവരുത്, പകുതി വേവായിട്ടുള്ളൂ. ഇപ്പോൾ നല്ല കറക്റ്റ് പാകമാണ്. ഈ സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു റൈസ് ഇതിന്ന് ഊറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ റൈസ് ബാക്കി പകുതി കുക്കറിൽ കിടന്ന് വേവും, അതുകൊണ്ടാണ് പകുതി വേവ് തന്നെ ഊറ്റി വെക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ഒരു ഡ്രൈഡ് ലെമൺ, ഉണങ്ങിയ നാരങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ചിക്കനിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരുന്നത് കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് വേറെ ഇനിയിപ്പോൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അരി മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കളർ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആ റൈസ് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു 4-5 പച്ചമുളക് ഇതിലിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൈസിന് നല്ലൊരു മണം കിട്ടും വെന്ത് കഴിയുമ്പോൾ. ഇനിയിപ്പോൾ കുക്കർ അടച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും വലിയ ബർണറിലല്ല, അതിൻ്റെ ചെറിയ ബർണറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഒറ്റ വിസിൽ മാത്രം വരുന്ന സമയത്ത് നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്ന് നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ആണ് ഞാനിപ്പോൾ കുക്കറൊന്ന് തുറന്ന് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല കറക്റ്റ് വേവിൽ നമുക്ക് റൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ മുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഇതിങ്ങനെ മേലെന്ന് ഒരുപാടിട്ട് ഇളക്കി കൊടുക്കുക, ചിലപ്പോൾ അരി പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ചെരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ റൈസും ആ ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് ഈ കുക്കറിൽ നിന്ന് മൊത്തമായിട്ട് ഈ ഒരു വലിയ പാത്രത്തിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ നോക്കാം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടെ ഇങ്ങനെ തന്നെ വീഡിയോ എടുത്തത്.
പിന്നെ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുക്കറായിരിക്കണം, കറക്റ്റ് വിസിൽ വരണം, ഒറ്റ വിസിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ വേണം. ഇതേ കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ല കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്, അടി പിടിച്ചിട്ടില്ല, ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടുമില്ല, പക്ഷെ എന്നാൽ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇടാം. അതിനുശേഷം റൈസൊന്നും എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റൈസൊന്നും ഒട്ടും പൊട്ടാതെ നല്ല കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു മന്തിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ബൈ.